ഹലോ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അമല പോളിൻ്റെ ഈ ഒരു ലുക്കാണ്. ഇത് നമ്മൾ ആടുജീവിതം മൂവിയിലുള്ള ഒരു ലുക്കാണ്. സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുറച്ച് ഇമോഷണൽ സിനിമ ആയതുകൊണ്ട് എനിക്കത് കാണാൻ അത്ര ആണില്ല. ഇപ്പോഴും നല്ല ഞാനിങ്ങനത്തെ ഇമോഷണൽ സിനിമ കാണുമ്പോൾ എനിക്ക് തന്നെ കരച്ചിൽ വരാറുണ്ട്. സോ അതുകൊണ്ട് ഞാനിങ്ങനത്തെ സിനിമ അധികം കാണാറില്ല. പിന്നെ എനിക്ക് ഈ കോമഡി ഹൊറർ മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു ലുക്കാണ്. ഇത് വന്നത് നമ്മൾ ആടുജീവിതം മൂവിയിലത്തെ ലുക്കാണ് കേട്ടോ. അമല പോളിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആളുടെ കണ്ണാണ്. നല്ല വിടർന്ന് നീളത്തിലുള്ള ഐസാണ്. പക്ഷേ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ ഉണ്ട കണ്ണാണ്. സോ നമ്മൾ അതേമാതിരി ആക്കണമെന്നുണ്ടെങ്കിൽ വിങ് ലൈനർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹൈബ്രോ ചെയ്യാം. ഹൈബ്രോ നല്ല നീളത്തിലുള്ള ഹൈബ്രോ ആണ്. പക്ഷേ എൻ്റെ അത്ര നീളത്തിലല്ല. ഞാൻ ജസ്റ്റ് കോംബ് ചെയ്ത് വെക്കുന്നുള്ളൂ. ഫില്ല് ചെയ്യുന്ന ചിലപ്പോൾ ആകെ കോളായിപ്പോവും. സോ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ആ സ്പൂളി കൊണ്ട് ജസ്റ്റ് മെസ്സി ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഐ ഷാഡോണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ അങ്ങനെ ഐ ഷാഡോസ് ഒന്നും യൂസ് ചെയ്തില്ല. സിമ്പിളായിട്ടുള്ളൊരു ലുക്കല്ലേ. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ബേസ് അവിടെ കൊടുക്കുന്നുണ്ട്, ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് കാജലാണ്. ഇതിനകത്ത് നല്ലപോലെ കാജൽ താഴെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് എൻവേബയുടെ കാജലാണ്. പക്ഷേ ഇത് അത്രക്ക് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല. ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. അതുപോലെ ഇത് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷിംഗ് എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡാസ്ലറിൻ്റെ കാജലാണ് പിന്നെ യൂസ് ചെയ്തത്. നല്ല സ്മൂത്ത് ഫിനിഷിംഗ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ. അതേപോലെ തന്നെ ജെറ്റ് ബ്ലാക്കും ആണ്. പിന്നെ ഇതെല്ലാം അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല. നമ്മളൊന്ന് കണ്ണിൻ്റെ അവിടെയൊക്കെ വയർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ അത് പോവുകയും ചെയ്യും. ജസ്റ്റ് ഞാൻ പിന്നെ ഒരു ബ്രഷ് എടുത്തിട്ട് അതൊന്ന് സ്മജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തിക്ക് ലെയർ പോലെ വരുമല്ലോ. പിന്നെ ഡാസ്ലറിൻ്റെ ഐലൈനർ ചെയ്യുന്നത്. ഇത് ഞാൻ ജനിച്ചപ്പോൾ മുതൽ കണ്ണെഴുതാൻ തുടങ്ങിയപ്പോൾ മുതൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ ഡാസ്ലറിൻ്റെ. അതുകൊണ്ട് നമ്മളൊരു ചെറുതായിട്ടൊരു വിങ് ലൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ആളുടെ നല്ല നീണ്ടിട്ടുള്ള ഐസല്ലേ. അപ്പോൾ നമുക്കൊന്ന് വിങ് ലൈൻ ചെയ്താലേ നല്ലപോലെ നീണ്ടു നിൽക്കും ഐസ്. പിന്നെ ഇതിനകത്ത് ലിപ്സ്റ്റിക്ക് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് റെഡ് ലിപ്സ്റ്റിക്കല്ല ലിപ്പ് ലൈൻ കൊണ്ട് ലൈൻ ചെയ്യുന്നുണ്ട്. ഇതിന് ജസ്റ്റ് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇതിനകത്ത് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് ജസ്റ്റ് ആളുടെ ചുണ്ടിൻ്റെ ഭാഗം ഒരു ഓറഞ്ച് ഷെയ്ഡായ പോലെയാണ് തോന്നിയത്. പിന്നെ നമ്മൾ ഒരു ലൈറ്റ് ആയിട്ട് റെഡ് ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രഷ് ഉണ്ട്. എന്നിട്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അധികം റെഡ്നെസ് വേണ്ടല്ലോ. ജസ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് ലിപ്പിൻ്റെ അവിടെ. അപ്പോൾ നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് ലാഷസ് ഒന്ന് കേൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ല വിടർന്ന് നിൽക്കും കണ്ണ്. അതുകൊണ്ട് ലാഷസ് കേൾ ചെയ്യുന്നുണ്ട്. പിന്നെ മസ്കാര ഇട്ട് കൊടുക്കുന്നില്ല. ഇതിനകത്ത് മസ്കാരയുടെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ലുക്കല്ലേ. അത് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ നമ്മൾ ഇതിനകത്ത് വരുന്നത് ഒരു ജിംക്കി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉള്ളതാണ്. പിന്നെ അതിനകത്തൊരു ലോങ് ചെയിൻ ഇട്ടിട്ടുണ്ട്, കണ്ട മാല പോലത്തത്. പിന്നെ എൻ്റെ റെഡ് ഈ ഒരു ബ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ടീഷർട്ടാണ് ഇടുന്നത്. പിന്നെ അതേപോലെ തന്നെ ഷോള് ലൈറ്റ് ബ്ലൂ ആണ് ഇതിനകത്തുള്ളത്. എൻ്റെ ഉള്ളതൊരു പീക്കോക്ക് ബ്ലൂ കളറുള്ളതാണ്. സോ അതാണ് ഇട്ട് കൊടുക്കുന്നത്, സിമിലറായിട്ട് ജസ്റ്റ് ഒന്ന് തോന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇതേമാതിരിയാണ് ആളുടെ ഫേസിൽ ഒരു ടാൻ ആയിട്ടുള്ള ഒരു ഫേസാണ് ആ സിനിമയിൽ. അപ്പോൾ നമ്മളും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്.